കടക്കരപ്പള്ളി പടിഞ്ഞാറെ കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വിചിന്തന ജ്ഞാനയജ്ഞം ഓഗസ്റ്റ് 9, 10 തീയതികളിൽ നടക്കും. കടക്കരപ്പള്ളി പടിഞ്ഞാറെ കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാമായണ മാസത്തിൻ്റെ ഭാഗമായി ദിവസവും രാമായണ പാരായണവും മറ്റ് വഴിപാടുകളും നടത്തപ്പെടുന്നു. ഈ ആഗസ്റ്റ് മാസം 9, 10 തീയതികളിലായി ചേർത്തലയിൽ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഭക്തജനങ്ങൾക്കായി രാമായണ പാരായണ മത്സരം അത് പ്രായഭേദമന്യേ നടത്തപ്പെടുന്നു. രാവിലെ 9 മണിക്ക് അത് ആരംഭിക്കും. പിറ്റേ ദിവസം രാവിലെ കൊട്ടാരം ക്ഷേത്രത്തിലെ നക്ഷത്രക്കാവിലെ വൃക്ഷങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭദ്രദീപ പ്രകാശനം നടത്തുന്നത് നമ്മുടെ കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് സാർ അവരുകളാണ്. തുടർന്ന് നമ്മുടെ 3 പ്രഭാഷണങ്ങളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ കേരളത്തിലെ പ്രശസ്തനായ വേഗവര ഡോക്ടർ ജിതേഷ് അവരുകളാണ്. അദ്ദേഹത്തിൻ്റെ ഈ വരയിലൂടെ തന്നെ പ്രഭാഷണങ്ങളും ഇടയ്ക്ക് സംവദിക്കുന്നുണ്ട്. ഭക്തജനങ്ങളുമായിട്ട് സംബന്ധിച്ച് ചോദ്യം ചോദിച്ച് അതിന് ഉപഹാരമൊക്കെ നൽകുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിലെ പ്രശസ്തനായ ഭാഗവത ആചാര്യൻ ശ്രീ പള്ളിക്കൽ സുനിൽജിയുടെ പ്രഭാഷണം. കടക്കരപ്പള്ളി പടിഞ്ഞാറെ കൊട്ടാരം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആഗസ്റ്റ് 9, 10 രാമായണ വിചിന്തനം നടക്കും. കൊട്ടാരം ഭജന സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ രാമായണ പാരായണ മത്സരവും വിചിന്തന ജ്ഞാനയജ്ഞവുമാണ് നടക്കുന്നത്. രാമായണത്തിൻ്റെ കാലത്തിന് അനീതമായ സന്ദേശങ്ങൾ എല്ലാവരിലേക്കും പകരുകയാണ് വിചിന്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഓഗസ്റ്റ് 9 നടക്കുന്ന രാമായണ പാരായണ മത്സരം ദേവസ്വം പ്രസിഡന്റ് കെ അനിൽകുമാർ വെമ്പള്ളി ഉദ്ഘാടനം ചെയ്യും. എല്ലാ പ്രായക്കാർക്കും പങ്കെടുക്കാൻ 4 വിഭാഗങ്ങളിലായി തിരിച്ചാണ് മത്സരം. ഓഗസ്റ്റ് 10 മന്ത്രി പി പ്രസാദ് രാമായണ വിചിന്തനം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഭവനങ്ങളിലുമൊക്കെ രാമായണ മാസം ആയിട്ട് ആചരിക്കുന്ന ഒരു സന്ദർഭമാണ്. കടക്കരപ്പള്ളി പടിഞ്ഞാറെ കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ കർക്കിടക 1 തീയതി മുതൽ തന്നെ രാമായണ പാരായണവും അതോടനുബന്ധിച്ച് വിശേഷാൽ ഭജനയും ദീപാരാധനയും ഇതുവരെയുള്ള ദിവസങ്ങളിൽ നടന്നു കഴിഞ്ഞു. തുടർന്ന് ഈ മാസം പൂർത്തിയാകുന്നതുവരെ ആ ചടങ്ങുകൾ നടക്കുന്നതാണ്. എന്നിരുന്നാലും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ രാമായണത്തെ സംബന്ധിച്ച് പ്രത്യേകമായി അറിവില്ലാത്ത കൊച്ചു കുട്ടികൾക്കും അതുപോലെ ഉള്ളവരും എല്ലാവരും അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് ഈ ആഗസ്റ്റ് 9, 10 തീയതികളിൽ 2 ദിവസങ്ങളിലായി ഈ രാമായണ വിചിന്തനം എന്ന പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. ആഗസ്റ്റ് 9 തീയതി രാവിലെ 9 മണിക്ക് തന്നെ ഈ രാമായണ പാരായണ മത്സരം അത് 5 വയസ്സ് മുതൽ 50-60 വയസ്സ് വരെ വരുന്ന ആ ഓരോ കാറ്റഗറി തിരിച്ച് ഉള്ളവർക്ക് ആ മത്സരത്തിൽ പങ്കെടുക്കാം. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ആണ് ഈ മത്സരം നടത്തുന്നത്.